ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾ NIA കോടതിയെ സമീപിച്ചാൽ സമയം നഷ്ടമാകും എന്നാണ് വിലയിരുത്തൽ. അതിനിടെ അറസ്റ്റിനെ ന്യായീകരിച്ച് വീണ്ടും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് രംഗത്തെത്തി. വിഷയം ചർച്ച ചെയ്യണമെന്ന UDF LDF അംഗങ്ങളുടെ ആവശ്യം രാജ്യസഭാ ഉപാധ്യക്ഷൻ തള്ളി. UDF MPമാർ ഇന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. മനുഷ്യക്കടത്ത് വകുപ്പ് ചുമത്തിയതിനാൽ NIA കോടതിയെ സമീപിക്കാനായിരുന്നു ദുർഗ് സെഷൻസ് കോടതി നിർദ്ദേശം. നിയമ നടപടികൾ സങ്കീർണമാകുമെന്നതിനാൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. ഡൽഹിയിൽ നിന്നും അഭിഭാഷകനെത്തും. എങ്കിലും ഛത്തീസ്ഗഡിലെ മുതിർന്ന അഭിഭാഷകൻ വഴിയാകും ജാമ്യാപേക്ഷ സമർപ്പിക്കുക. അതിനിടെ പോലീസ് ചെയ്യുന്നത് അവരുടെ ജോലിയാണെന്ന് മലയാളി കന്യാസ്ത്രീകൾക്കെതിരായ നടപടികളെ വീണ്ടും ന്യായീകരിച്ച് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ. पुलिस अपना काम कर रही है और कल कांग्रेस का एक डेलीगेशन आया हुआ था, उसमें माननीय सांसदगण, विधायकगण और संगठन के लोग भी थे और उनसे हमारी मुलाकात हुई. CBCI സംഘം ദുർഗ് സെൻട്രൽ ജയിലിലെത്തി. CBCIയുടെ വിമൻ കൗൺസിൽ സെക്രട്ടറി ആശാ പോളിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ജയിലിലെത്തിയത്. സിസ്റ്റേഴ്സ് ഇപ്പോൾ ആരോഗ്യപരമായിട്ടും ഒക്കെ ഓക്കെ, ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം പുറത്തു വരാൻ ആഗ്രഹം. ജയിലിൽ മികച്ച പരിഗണന അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാം ജയിലിൽ വളരെ നന്നായിട്ട് തന്നെ കെയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. തുടക്കത്തിൽ അങ്ങനെയായിരുന്നു, അത് പിന്നീട് തുടക്കം തുടങ്ങി കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ അടക്കമുള്ള സംസ്ഥാന നേതാക്കളും ജയിലിലെത്തി. राष्ट्रीय नेताओं के गाली गलौज पर कांग्रेस के नेताओं की गिरफ्तारी होती है तो भारतीय जनता पार्टी के नेताओं की भी गिरफ्तारी होनी चाहिए, क्योंकि वो और अभद्र भाषा में बात करते हैं. ജയിലിൽ കന്യാസ്ത്രീകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് അധികൃതരോട് നേതാക്കൾ ആവശ്യപ്പെട്ടു. കന്യാസ്ത്രീമാരുടെ കുടുംബാംഗങ്ങളും MLAമാരായ റോജി M. ജോൺ, സജീവ് ജോസഫ്, BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും ഛത്തീസ്ഗഡിൽ തുടരുകയാണ്. കന്യാസ്ത്രീകളുടെ സന്യാസ സമൂഹമായ അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റിന്റെ മദർ സുപ്പീരിയർ ഇസബൽ ഫ്രാൻസിസ് ഛത്തീസ്ഗഡിലേക്ക് തിരിച്ചു. കേരള ഘടകം BJPയുടെ സമ്മർദ്ദങ്ങളൊന്നും ഛത്തീസ്ഗഡിൽ ഫലം കാണുന്നില്ലെന്നാണ് പ്രോസിക്യൂഷൻ സെഷൻസ് കോടതിയിലെടുത്ത നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നത്. ഹൈക്കോടതിയിലും പ്രോസിക്യൂഷൻ എന്ത് നിലപാടെടുക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ദുർഗ് സെൻട്രൽ ജയിലിൽ നിന്നും ജിജീന്ദ്രനൊപ്പം അജീഷ് ജയകുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.